പിന്നീട് കർക്കടകം രാശി, അതായത് പുണർദം, കാല്, പൂയം, ആയില്യം. കാരണം നമ്മളുടെ അമ്മയെ, അതായത് അച്ഛനമ്മമാരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പല തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ അവർ നമ്മളെ ഭാര്യയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മൾ അവരെ, അച്ഛനെയും അമ്മയെയും നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. അവരുടെ സൗഖ്യങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്ക് അന്വേഷിക്കുക. അങ്ങനെ നന്നായിട്ട് പോവുക. അതുപോലെ തന്നെ നമുക്ക് അവിടെ മുമ്പോട്ട് പോകാൻ, നമ്മുടെ ജീവിത പങ്കാളിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊരിടത്ത് മാറി താമസിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക. അതുപോലെ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കുട്ടികൾ അവരുടെ ഒരു ജീവിത രീതി, അല്ലെങ്കിൽ നമ്മളോട് കയർത്ത് സംസാരിക്കുക, അങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ അവരെ നമുക്ക് ഒരു ഡിപ്രഷൻ മോഡിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സമയത്ത് നമുക്ക് ഈ ഈശ്വര ഭജനം അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുക. അതല്ല ഇനി അവർക്ക് മറ്റുള്ള മാർഗങ്ങളിൽ കൗൺസിലിങ്ങോ അത്തരം കാര്യങ്ങളിൽ കൂടി അവരെ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, എല്ലാം ഒരു സമചിത്തതയോടെ നമ്മൾ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെറുതാക്കി കാണിക്കാതെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ ജീവിത നിലവാരം നന്നാക്കി കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിന് ഒരർത്ഥമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്.